ദേവമംഗള അസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. ദേവമംഗള അസ്ട്രോമീഡിയയ്ക്ക് നിങ്ങൾ നൽകുന്ന സഹകരണത്തിന് ഈശ്വരനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ചിത്തിര നക്ഷത്രക്കാരുടെ ദശാകാലവും ദശാഫലവും ദശാദോഷ പരിഹാരങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. ഇക്കാര്യങ്ങൾ അറിഞ്ഞിരുന്ന് അതിനനുസരിച്ച് നിങ്ങൾ ജീവിത രീതി തിട്ടപ്പെടുത്തിയാൽ ജീവിതത്തിലെ പല ആപത്ഘട്ടങ്ങളെയും നിസ്സാരമായി തരണം ചെയ്യാനും ഗുണാനുഭവങ്ങളെ ഗുണഫലമാക്കാനും കഴിയും. ചിലർ പറയുന്ന പോലെ നിങ്ങൾക്ക് ലക്ഷങ്ങളും കോടികളും കൈവരുമെന്നോ ലോട്ടറി അടിക്കുമെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, നിങ്ങൾക്കുള്ള സ്വത്തുകൾ നഷ്ടപ്പെടാതെയും അത് വർദ്ധിപ്പിക്കാനും മാനസിക സംഘർഷങ്ങളും പലവിധ അപകടങ്ങളിൽ നിന്നും നിഷ്പ്രയാസം നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇക്കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നാൽ. ശക്തമായ വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് ചിത്തിരം നാളുകാർ. പറയാനുള്ളത് തുറന്നടിച്ചു പറയുന്ന ധീരത ഇവർക്കുണ്ട്. ഇവർ അധ്വാനശീലരും പ്രതിസന്ധികളിലും വിഷമഘട്ടങ്ങളിലും ഇവർ തളർന്നു പോകില്ല. സുന്ദരവും ശാന്തവുമായ നല്ല ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ചിത്തിര നക്ഷത്രക്കാരായ നാളുകാരിൽ ഭൂരിപക്ഷം പേരും. ചിത്തിര നക്ഷത്രക്കാർ ജനിക്കുന്നത് ചൊവ്വാദശയിലാണ്. 7 വർഷക്കാലമാണ് ചൊവ്വാദശ. ഒരു നക്ഷത്ര ദൈർഘ്യം 24 മണിക്കൂറാണ്. അതായത് ചിത്തിര നക്ഷത്രം തുടങ്ങുന്ന സമയത്തു ജനനമാണെങ്കിലേ ഈ 7 വർഷക്കാലം ചൊവ്വാദശ അനുഭവത്തിൽ വരൂ. നക്ഷത്രം മുന്നോട്ട് പോകുന്തോറും ദശാകാലം കുറഞ്ഞു വരും. നിങ്ങളുടെ ജാതകത്തിലെ തലക്കുറിയിൽ സൂചിപ്പിച്ചിട്ടുണ്ടാവും ജന്മ ഗർഭ ശിഷ്ടദശ ഇത്ര വർഷം ഇത്ര മാസം ഇത്ര ദിവസമെന്ന്. ഇതായിരിക്കും നിങ്ങൾക്ക് ആദ്യ ദശകാലം അനുഭവപ്പെടുക. തുടർന്നു വരുന്ന ദശകൾക്കെല്ലാം അവയ്ക്ക് പറഞ്ഞിട്ടുള്ള ദശാകാലം എത്രയാണോ അത്രയും വർഷം അനുഭവത്തിൽ വരും. ഇവിടെ ഞാൻ പറയുന്നത് ചിത്ര നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളാണ്. ഓരോരുത്തരുടെയും ഗ്രഹസ്ഥിതിയിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഫലത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ കണ്ടേക്കാം. അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ ഗോചരവശാലുള്ള ഫലങ്ങളും അനുകൂലമാണെങ്കിലേ ദശാഫലം കൃത്യമായി പ്രവചിക്കാനാവൂ. പ്രത്യേകിച്ചും ഏഴരശനി, കണ്ടകശനി, ജന്മവ്യാഴം, അഷ്ടമവ്യാഴം എന്നീ ഘട്ടത്തിൽ. ചിത്തിര നക്ഷത്രക്കാരുടെ ആദ്യ ദശയായ ചൊവ്വാദശ 7.5 വർഷക്കാലമാണ്. ഇതിനെ ജന്മ നക്ഷത്രാധിപദശ എന്ന് പറയും. ചൊവ്വ ഒരു പാപഗ്രഹം കൂടിയായതിനാൽ ചൊവ്വ ലഗ്നാധിഭാവങ്ങളിൽ ബലവാനായി ശുഭഭാവങ്ങളിൽ ശുഭദൃഷ്ടിയോടുകൂടി നിന്നാൽ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയുമെന്ന് മാത്രമല്ല ചില ഗുണഫലങ്ങളും പ്രദാനം ചെയ്യും. എന്നാൽ ചൊവ്വ ജാതകത്തിൽ ബലഹീനനാണെങ്കിൽ പാപഫലങ്ങളായിരിക്കും കൂടുതലായി പ്രദാനം ചെയ്യുക. കുടുംബത്തിൽ സമാധാനക്കുറവ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും പലവിധത്തിലുള്ള അരിഷ്ടതകളും രോഗാദി ദുരിതങ്ങളും, അതുപോലെ തന്നെ ജാതകന് ബാലാരിഷ്ടതകൾ, ശാഠ്യം, ഉറക്കക്കുറവ്, നിർത്താതെയുള്ള കരച്ചിൽ എന്നിവയെല്ലാം ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെട്ടേക്കാം. ചൊവ്വ ദോഷപരിഹാരമായി ചൊവ്വ നിങ്ങളുടെ ജാതകത്തിൽ മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം എന്നീ രാശികളിലാണ് നിൽക്കുന്നതെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുന്നതും ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുന്നതും സ്വാമിക്ക് പഞ്ചാമൃത നിവേദ്യം സമർപ്പിക്കുന്നതും അഷ്ടോത്തരി ജപിക്കുന്നതും ഭദ്രകാളി ഭജനവും ഉത്തമം. ഭദ്രകാളിക്ക് ചുവന്ന പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും കുടുംബപരദേവതാ ക്ഷേത്രം ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. ചിത്തിര നാളുകാരുടെ രണ്ടാമത്തെ ദശ രാഹുർദശയാണ്. 18 വർഷക്കാലമാണ് രാഹുർദശ. സമ്പന്ന നക്ഷത്രദശ എന്നാണ് അറിയുക. പേരുപോലെ തന്നെ പൊതുവെ ഗുണാനുഭവങ്ങളുണ്ടാകും. കുടുംബത്തിൽ സമാധാനം, ധനാഭിവൃദ്ധി, വസ്തുവകൾ കൈവരും, വിദ്യാഭ്യാസത്തിൽ അഭിവൃദ്ധി എന്നിവയും കൗമാരത്തിൻ്റെ കൗതുകവും യൗവനത്തിൻ്റെ ജീവിത ശക്തിയും അനുഭവയോഗ്യമാകും. എന്നാൽ രാഹു ഒരു താമസഗ്രഹവും പാപനുമായതിനാൽ രാഹു ഗ്രഹസ്ഥിതിയിൽ അനിഷ്ടസ്ഥാനത്ത് ദുർബലനായി നിൽക്കുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾക്ക് വിപരീതമായ ഫലങ്ങളും അനുഭവപ്പെട്ടേക്കാം. അതിനാൽ എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധ അനിവാര്യമാണ്. ദോഷപരിഹാരമായി നാഗങ്ങളെ ആരാധിക്കുകയും സർപ്പത്തിന് 100 പാലും സമർപ്പിക്കുന്നതും നവനാഗസ്തോത്രവും അഷ്ടോത്തരിയും ജപിക്കുന്നതും ദുർഗാ ഭഗവതിയെ ഭജിക്കുന്നതും ദുർഗാക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ദേവീ മഹാത്മ്യത്തിലെ 11-ാം അധ്യായം പാരായണം ചെയ്യുന്നതും ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്ത് ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കും. ചിത്തിര നാളുകാരുടെ 3ാമത്തെ നക്ഷത്രദശ വ്യാഴദശയാണ്. 16 വർഷക്കാലമാണ് വ്യാഴദശ. ഇതിനെ വിഭിന്ന നക്ഷത്രദശ എന്ന് പറയും. 2 അപഗ്രഹങ്ങളുടെ ദശാകാലത്തിന് ശേഷം വരുന്ന ഒരു ശുഭഗ്രഹ ദശ കൂടിയാണ് വ്യാഴദശ. എന്നാൽ ചിത്തിര നാളുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദശയാണ് വ്യാഴദശ.
യൗവനകാലത്തെ സ്വാധീനം ചെലുത്തുന്ന സമയം കൂടിയാണിത്. ഭവനലാഭം, സുസ്ഥിരത, വിവാഹം, സന്താനലാഭം, തൊഴിൽ, ബന്ധുസഹായം എന്നീ ഗുണഫലങ്ങളോടൊപ്പം തന്നെ നിർഭാഗ്യങ്ങളും കടന്നു വന്നേക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, തൊഴിൽ രംഗത്ത് പ്രശ്നങ്ങൾ, കാര്യപരാജയം, പ്രിയപ്പെട്ടവരുടെ വേർപാട് മുതലായ പ്രശ്നങ്ങളും അനുഭവപ്പെട്ടേക്കാം. ദോഷപരിഹാരമായി മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും കഴിയുമെങ്കിൽ കൃഷ്ണാട്ടം വഴിപാട്ട് നടത്തുന്നതും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി പാൽപ്പായസ നിവേദ്യം സമർപ്പിക്കുന്നതും വ്യാഴാഴ്ചയും ചിത്തിര നക്ഷത്രവും ഒത്തുവരുന്ന ദിവസം വ്രതമനുഷ്ഠിക്കുന്നതും ഉത്തമമാണ്. ചിത്തിര നക്ഷത്ര ജാതരുടെ 4ാമത്തെ ദശ ശനിദശയാണ്. 19 വർഷക്കാലമാണ് ശനിദശ. ക്ഷേമ നക്ഷത്ര ദശ എന്നാണ് ഇതിനെ പറയുക. പൊതുവെ ഗുണാനുഭവങ്ങൾ കൂടുതൽ മുൻതൂക്കമുള്ള സമയമായിരിക്കും. മധ്യവയസ്സിലേക്ക് കടക്കുന്ന ഒരു കാലം കൂടിയാണിത്. ഭൗതിക സുഖങ്ങൾ അനുഭവത്തിൽ വരും. പല വിധത്തിലുള്ള വരുമാന മാർഗങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് നിക്ഷേപങ്ങളിൽ നിന്നും ശരീരത്തിനും മനസ്സിനും ഒരു പ്രത്യേക സുഖം അനുഭവത്തിൽ വരും. ആധ്യാത്മിക കാര്യങ്ങളിൽ ജീവിതത്തിൽ സ്ഥാനം കൈവരും. ഇങ്ങനെ എല്ലാം കൊണ്ടും പൊതുവെ ഗുണകരമായ ഒരു സമയമായിരിക്കുമെങ്കിലും ശനി ഒരു പാപഗ്രഹവും നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ ശനി ദുർബലനോ ദുസ്ഥാനത്തിനോ ആണെങ്കിൽ പലവിധ ദോഷഫലങ്ങളും ഈ കാലഘട്ടത്തിൽ അനുഭവപ്പെട്ടേക്കാം. ശനിദശ ദോഷപരിഹാരാർത്ഥം ശാസ്താവിനെയും ശനീശ്വരനെയും ഭജിക്കുന്നതും ശനിയാഴ്ച വ്രതമെടുക്കുന്നതും നീരാഞ്ജനം, അരയാൽ പ്രദക്ഷിണം, ശിവക്ഷേത്ര ദർശനം, ശനിയാഴ്ച വ്രതം, ഹനുമാൻ സ്വാമി ഭജനം എന്നിവ ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും. ചിത്തിര നക്ഷത്രക്കാർക്ക് 5ാമതായി വരുന്ന ദശ ബുധദശയാണ്. 17 വർഷക്കാലമാണ് ബുധദശ. ഇതിനെ പ്രത്യര നക്ഷത്രദശ എന്ന് പറയും. ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമായിരിക്കും. എങ്കിലും ദോഷത്തെക്കാളേറെ ഗുണഫലങ്ങൾ അനുഭവയോഗ്യമാകും. കന്നിക്കൂറുകാർക്കും തുലാക്കൂറുകാർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹമാണ് ബുധൻ. അതിനാൽ ബുധദശാകാലത്ത് ദോഷങ്ങൾ വന്നാലും അതിനെ മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. നല്ല കാര്യങ്ങൾക്ക് മുൻതൂക്കവും ജീവിതത്തിൽ ഒരു ഒഴുക്കും താളവുമൊക്കെ കൈവരുന്ന കാലഘട്ടം കൂടിയാണ്. എങ്കിലും ഈ കാലയളവിൽ വാതപിത്താദി വെച്ചുണ്ടാകുന്ന അസുഖങ്ങൾ, ഓർമ്മക്കുറവ്, അലർജി, ശ്വാസ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ വയറു സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവ അനുഭവപ്പെട്ടേക്കാം. ബുധദോഷ പരിഹാരമായി അവതാരമൂർത്തികളായ വിഷ്ണുവിനെ, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ ഇവരെ ഭജിക്കുന്നതും സഹസ്രനാമ ജപവും ഭാഗവത പാരായണവും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാൽപ്പായസ നിവേദ്യം സമർപ്പിക്കുന്നതും ബുധനാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും കുടുംബ പരദേവതയെ ഭജിക്കുന്നതും ഉത്തമം. ചിത്തിര നക്ഷത്രക്കാരുടെ 6ാമത്തെ ദശ കേതുർദശയാണ്. 7 വർഷക്കാലമാണ് കേതുർദശ. സാധക നക്ഷത്രദശ എന്നാണ് ഇതിനെ പറയുക. കേതുർദശകാലത്ത് ചിത്തിര നാളുകാർക്ക് സപ്തതി കഴിഞ്ഞിരിക്കും. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകൾക്ക് സാധ്യതയുള്ള സമയം കൂടിയാണ്. എന്നാൽ കേതുർദശ ചിത്തിര നക്ഷത്രക്കാർക്ക് സാധക നക്ഷത്രദശയായതിനാൽ കുടുംബത്തിലും വ്യക്തിക്കും ശാന്തിയും സമാധാനവും അനുഭവപ്പെട്ടേക്കാം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ യോഗമുണ്ടാവും. അന്യഭാഷകൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. കേതുർദോഷ പരിഹാരമായി മഹാഗണപതിയെയും ഭദ്രകാളിയെയും ഭജിക്കുന്നതും ഗണപതി ഹോമത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നതും പരദേവതാ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതും ഉത്തമം. ചിത്തിര നക്ഷത്രക്കാരുടെ 7ാമത്തെ ദശ ശുക്രദശയാണ്. 20 വർഷക്കാലമാണ് ശുക്രദശ. ഇതിന് വധനക്ഷത്ര ദശ എന്നാണ് പറയുക. വധനക്ഷത്ര ദശ എന്ന പേര് പോലെ തന്നെ അത്ര സുഖകരമായിരിക്കില്ല കാര്യങ്ങൾ. വസ്തുവകകളുടെ ക്രയവിക്രാദികളിൽ നഷ്ടം, രോഗാദി ദുരിതങ്ങൾ, കുടുംബത്തിലെ സ്ത്രീജനങ്ങളെ കൊണ്ടുള്ള മനോവിഷമങ്ങൾ, കരൾ, വൃക്ക, മൂത്രാശയം, വയർ മുതലായ അവയവങ്ങൾക്ക് രോഗം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ശുക്രദോഷ പരിഹാരമായി മഹാലക്ഷ്മി ഭജനവും കുടുംബദേവതാ ഭജനവും ദേവീമഹാത്മ്യവും സഹസ്രനാമ പാരായണവും ജന്മനക്ഷത്രം തോറും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും വെള്ളിയാഴ്ചയും ചിത്തിര നാളും ചേർന്ന് വരുന്ന ദിവസം വ്രതമനുഷ്ഠിക്കുന്നതും ഉത്തമം. ചിത്തിര നക്ഷത്ര ജാതർക്ക് 8ാമതായി വരുന്ന ദശ സൂര്യദശയും 9ാമതായി വരുന്ന ദശ ചന്ദ്രദശയുമാണ്. പൊതുവെ ഗുണകരമാണെങ്കിലും പ്രായാധിക്യം കൊണ്ടുള്ള രോഗാദി ദുരിതങ്ങൾ അനുഭവപ്പെട്ടേക്കാം. അതിനാൽ കൂടുതൽ ഗുണദോഷങ്ങളെക്കുറിച്ച് പറയുന്നില്ല. ശിവഭജനവും ദേവീഭജനവും ഉത്തമം. ചിത്തിര നക്ഷത്ര ജാതരുടെ ദശാകാലവും ദശാഫലവും ദശാദോഷ പരിഹാരങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞത്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഫലത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ കണ്ടേക്കാം.
എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവിയേ നമഃ.